ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ പഴയ കാലങ്ങളിലേക്ക് ഒരു തിരിച്ചു പോക്കാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ ലാസ്റ്റ് ഏത് എക്സാമിനെ കൊണ്ടാക്കി അഫിയെ? മെയിൻ എക്സാമോ? സോ അഫിൻ്റെ +1 മെയിൻ എക്സാമിന് ശേഷം ഞങ്ങൾ ഹനാൻസ് ഫാമിലിക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്ന പുതിയ എക്സാം ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാം ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഫീഫ്, ഓണം എക്സാമിന്റെ തലേന്ന് 9:30 മണിക്ക് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പം കൂലി ആദ്യം ഒരു വട്ടം കണ്ടത് പോരാഞ്ഞിട്ട് എടാ അമ്മക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിക്കണേ. എനിക്കറിയില്ല ബാക്കിയില്ല, ഞാൻ ആരെയും മോട്ടറാക്കി വിടുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം കണ്ട്, രണ്ടാമതൊരു പ്രാവശ്യം കണ്ട്, നമുക്ക് കറക്റ്റ് വർക്കൗട്ടായി പടം, അതായത് സെറ്റ് പടം അത്രയും നല്ല രീതിയിൽ എടുത്ത് വെച്ചിരിക്കണം. അവിടെ ഇവിടെ ചെറിയ കുറച്ച് അതും ഇതുള്ളതുകൊണ്ട് ആൾക്കാരൊരു അത്രയും വലിയൊരു എഫേർട്ടിനെ, അത്രയും വലിയ ഒരു ടീം വർക്കിനെ കുറ്റം പറയണത് എനിക്ക് ബേസിക്കലി ഇഷ്ടമല്ല. അപ്പം ആൾക്കാർ പറയട്ടെ, ബട്ട് we appreciate the good work. അൻഷാണോ പോയത്? ഫാമിലിയൊക്കെയാണ്. മോണിക്കൊക്കെ എങ്ങനെ ചാടണം? അഫീഫൊക്കെ ചാടാൻ പൂജ നിൽക്കേന് അഫീഫിന്. അപ്പം ഇന്ന് എന്ത് പരീക്ഷയാണ് അഫിയ? ഇന്നത്തെ വ്ളോഗ് ഇപ്പച്ചി കണ്ടാല് ബ്ലാഗി മീറ്റാക്കും. എന്ത് ബ്ലാഗി മീറ്റാക്കൂല? ഇപ്പച്ചി അറിയാതെയാണ് ഇന്നലെ കൂലി കാണാൻ പോയിക്കണേട്ടോ അഫീഫ്. അറബി പരീക്ഷന്റെ തലേന്ന് കൂലി കാണാൻ പോയി പറഞ്ഞ അഫീഫിനാണ് അതില്ല കൂലി ഇപ്പച്ചി തടയും ഉണ്ടെങ്കിൽ. അപ്പം അഫി, എങ്ങനെ പോകുന്നു ലൈഫ് ലേറ്റ്ലി? എങ്ങനെയുണ്ട് ലൈഫ് ലേറ്റ്ലി? ഈസ് വെരി കൂൾ അൺടിൽ ദ എക്സാംസ് അറൈവ്. എക്സാം വരുന്ന അതുവരെ രസേനു. ഇപ്പൊ ഷാനുവിന്റെ നിക്കാഹായി, പരിപാടികളായി, അടിപൊളി പരിപാടി, മണ്ണാർക്കാട് പരിപാടി, പൊലം പരിപാടികൾ കഴിഞ്ഞു, ഓരോ പരിപാടിക്ക് പോകാൻ പറ്റി. ഷാനുവിൻ്റെ നിക്കാഹ് കഴിഞ്ഞു, കൂലി ഇറങ്ങി. അപ്പോൾ അതിനൊക്കെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് തിങ്കളാഴ്ച എക്സാമായി. അത് ഒരു ഇതെടുക്കാൻ പറ്റില്ല. ഇനി നാളെ മാത്സാണ്. നാളെ മാത്സിന് ഞാൻ എന്താ ടച്ചാറില്ല. ഓരോ ക്ലാസ് ഉണ്ട് 9 മണിക്കൂർ. എന്താ ഞാൻ കാട്ടും 9 മണിക്കൂർ? 2 എക്സിലിട്ടാൽ 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ പറഞ്ഞാലേ നമ്മളിപ്പോൾ സ്കൂൾ ടൈമിട്ട് 8 മണിക്കേ തീരുള്ളൂ. 8 മണിക്ക് തീരുന്ന ആ ക്ലാസ്സും കാണുമ്പോഴത്തേന് മനസ്സിലായി എൻ്റെ പ്രശ്നം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മാസം പെട്ടെന്ന് പോകുന്നുണ്ട്. കാരണം നമ്മൾ ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി പയ്യന്നൂരിന്ന് തുടങ്ങിയതാണ് പരിപാടി അല്ലേ നീയല്ലേ? പയ്യന്നൂര്, കൊല്ലം, പിന്നെ എവിടെ ഇനി വയനാട്, എത്ര സ്ഥലമാണ് പോയത് ഈ മാസം? മണ്ണാർക്കാട്, എല്ലാ സ്ഥലത്തും മാഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ വന്നിരുന്നു. വയനാടാണ് ഇന്നെ അമ്പരപ്പിച്ച് കളഞ്ഞത്. കാരണം അവർക്ക് രണ്ടാമത് വരേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ സെയിം പ്ലേസിലേക്ക് തന്നെ അവർ രണ്ടാമതും ഫുൾ ക്രൗഡഡായി വന്നു. ആദ്യൊരു പ്ലേസ് ഞാൻ വന്നു, അതിൻ്റെ അടുത്ത് തന്നെയുള്ള പ്ലേസിലേക്ക് അതേ ക്രൗഡ് അതിലേറെ ഉഷാറിൽ പരിപാടിക്കന്ന് വന്നു. സോ ഭയങ്കര നന്ദി ഉണ്ട് എല്ലാവരോടും. ഇപ്പോൾ പരിപാടിക്ക് വരുന്ന എല്ലാവരോടും ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞു നിൽക്കാമല്ലോ. കാരണം അങ്ങനെയാണ് നിങ്ങൾ വരുന്നത്. കാരണം പ്രതികൂല സാഹചര്യത്തിൽ കോട്ടിട്ടിട്ട്, മഴ കൊണ്ടിട്ട്, കൊട പിടിച്ചിട്ട്, ഇന്നലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒറ്റപ്പാലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റും. അഞ്ചു കൊടുത്തിട്ടുണ്ടാവും. ഫുൾ മഴ കൊണ്ടിട്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സമയമാണ്. കൂലി കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നുള്ളത് പറയട്ടോ. കൂലി സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ബേസിക്കലി ഞാൻ പുറത്തുനിന്നുള്ള ഒരാളെ ഇപ്പം ഞങ്ങളെ പ്രശ്നമാണോ നിങ്ങളെ പ്രശ്നമാണോ നമുക്ക് മനസ്സിലാവണില്ല. കുറ്റം പറയണവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. സോ ബേസിക്കലി നമുക്ക് ഇഷ്ടപ്പെട്ടു സിനിമ അത്രയും അല്ലേ? നീ അല്ലേ എനിക്ക് പറ്റിയോ പടം? എനിക്ക് പറ്റി. ചെറിയ ലാഗ് ഇടയ്ക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ആ കഥന്റെ വൃത്തിക്ക് കുറച്ച് എമോഷൻസ് സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വന്നു. സാധാരണ ലോകേഷ് പടങ്ങളിൽ നിന്ന് ടിങ് 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 പോണടുത്ത് ടിങ് 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 അങ്ങനെ പോയി. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഞമ്മക്ക് ആ മണ്ടൻ തിയേറ്ററിൽ പോയിട്ടാണ് പ്രശ്നം. കളറും ഇല്ല. അല്ല അത് പറയണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മഞ്ചേരിയുള്ള ഒരു മണ്ടൻ തിയേറ്ററിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. തിയേറ്ററിന്റെ പേര് മഞ്ചേരിക്കാരന്റെ കമന്റ് ചെയ്യാം. മഞ്ചേരിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാവും മഞ്ചേരിത്തെ ഏറ്റവും മണ്ടൻ തിയേറ്റർ എന്നുള്ള കമന്റ് ചെയ്യട്ടോ. അവിടെ ഓ കാണിച്ചു കൊടുക്ക്. ഹെമ്മേ ഇപ്പൊ എന്താ ഊട്ടിക്ക് ടൂർ പോവേ? ഒന്നുമില്ലേ?
രണ്ട് കൊടുക്കും തുറന്നിട്ട് ചെസ്റ്റും കട്ടിയാണ്ട് അത് മാത്രമേ ഉള്ളൂ. പേനൊന്നും ഇല്ലേ? എവിടെ? പുതിയ പേനൊന്നും കൊണ്ടുപോകരുത്. എഴുതി സമീപിച്ച പേന കൊണ്ടുപോകണം എക്സാമിന്. കോപ്പി ഉണ്ടോ? ഉറപ്പാ? എസ്ന്റെ 8 മാർക്കിൽ കവിയാതെ അപ്പൊ കോപ്പിന്റെ ആവശ്യമില്ല. എസ് എന്താന്ന് അറിയില്ല, പിന്നെ എന്തിനാ കോപ്പി? സൗണ്ട് ഉള്ള തിയേറ്ററിൽ പോയി നല്ല വ്യത്യാസം അറിയില്ല. ഓ സത്യം, നമ്മൾ ആദ്യം പോയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വൻ മണ്ടൻ തിയേറ്റർ. ഞാൻ തന്നെ കരുതി പടം പാളിന്നിട്ടാ. കാരണം ഒന്നാമത് ബ്രൈറ്റ്നെസ് ഇല്ല, കാണില്ല എന്താണ് സിനിമയിൽ നടക്കുന്നത്. ഞങ്ങൾ ആദ്യം ഒരു വട്ടം കൂലി കണ്ട്, ആ സിനിമയിൽ സെയിം പടം നമ്മൾ പിറ്റേ ദിവസം കണ്ടത്. ആ സിനിമയിൽ കാണാത്ത ഒരുപാട് സീനും സാധനങ്ങളൊക്കെ തെളിച്ചത്തോടെ പിറ്റേ ദിവസം കണ്ടിരുന്നു ആണ്. അപ്പൊ എപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി കാണാതെ നല്ല സൗണ്ടുള്ള, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള, നല്ല സ്ക്രീനുള്ള, ഏറ്റവും പുതുമയാർന്ന തിയേറ്ററിൽ 10 ഉറുപ്പ്യ കൂടി പോയാലും അങ്ങനത്തെ തിയേറ്ററിൽ പോയി കാണാമെന്നാണ് ഞാൻ പ്രിഫർ ചെയ്യട്ടെ. കാരണം മ്യൂസിക് വൈസ് ആണെങ്കിലും പാട്ട് നല്ല രീതിയിൽ കേൾക്കാണ്. ഇന്നലെയൊക്കെയാണ് കറക്റ്റ് ഞാൻ എന്തിനാ രണ്ടാമത് പോയതറിയാം, എനിക്ക് ആ BGM ഫുള്ള് നല്ല ശരിക്ക് കേൾക്കണം. കാരണം എനിക്ക് ഞാൻ സ്പോയിലർ ആക്കണില്ല, എനിക്ക് ഓരോരുത്തരുടെ BGM-ഉം ഓരോ ആൾക്കാരുടെ BGM-ഉം ലൈക്ക് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ BGM ഉണ്ട്. ആ പെണ്ണിനടക്കം ഒരു BGM ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് എൻ്റെ ഇത് ചെയ്ത് വെച്ചിരിക്കണത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മഞ്ചേരി തിയേറ്ററിലേ എന്ത് BGM എത്തണില്ല മേത്തേക്ക്. അവിടെ ഇങ്ങനെ ഉണ്ട് മറ്റേ ഒരു JBL ചെറിയ സ്പീക്കറില് ശരിക്കും നമ്മളൊരു മൂവിക്ക് 2ാം വട്ടം മുമ്പ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞങ്ങള് ആദ്യത്തെ പ്രാവശ്യം പോണേനെക്കാട്ടിലും ആദ്യത്തെ പ്രാവശ്യം പോണേനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കണ്ട പടങ്ങളിൽ ഒന്നാവും കൂലി. സിദ്ധിൻ പോയോ? അജി പൊട്ട തിയേറ്ററൊക്കെ വന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഞാൻ കണ്ടു ചുറങ്ങണേ. ഇങ്ങനെ ഉണ്ട് സിദ്ധിനെ കണ്ട് കടന്നുറങ്ങണേ. പേര് വേണ്ടി എടുക്കുന്ന ടൈമില്ല ഇതിനിങ്ങനെ അങ്ങനെ നോക്കിയിരുന്നോ അല്ലേ? ഇന്ന് എല്ലാവർക്കും എക്സാം ഉണ്ടോടാ? കൊറേ ആൾക്കാർ എക്സാം കഴിഞ്ഞ് പോകണ്ടല്ലോ. അതിന് എല്ലാ യൂണിഫോം ഇട്ടാലും തിരിച്ചു പോണ്. നിങ്ങൾക്ക് എല്ലാ ദിവസം ഉച്ചക്കാ? പ്ലസ് 10 ഉച്ചക്ക്? എല്ലാ യൂണിഫോം പോകുന്നുണ്ട്. കൊടുമാട് സ്കൂളിലെ യൂണിഫോമും ഹൈസ്കൂൾ യൂണിഫോമും +1. ഈ പച്ച ഏതാ യൂണിഫോം? അല്ല 8, 9, 10 ഒരു യൂണിഫോം അല്ല? 8, 10 ഞങ്ങൾ പഠിച്ച കാലത്ത് എല്ലാവർക്കും ഒരു യൂണിഫോം ആണല്ലോ അല്ലേ? ഹൈസ്കൂൾ പറഞ്ഞാൽ ഹൈസ്കൂളിന് ഒരു യൂണിഫോം 8 അപ്പൊ ഈ റോസോ? ഇതേ നിന്റെ യൂണിഫോം. ഈ യൂണിഫോമില് +1 +2 എങ്ങനെ സ്കൂളിൽ പോയി ആലോചിച്ചത്? ഇതേപോലെ തന്നെ. ഹായ് കണ്ണാ. ഹായ് ഇതിനെ എന്റെ ഫാൻസ് ഹായ് കൊടുക്കും. ഇതിനെ വണ്ടി ആണെങ്കിൽ കേക്കിട്ടില്ല. വണ്ടി ആകെ ഹർസാനെ എങ്ങനെ ഉണ്ടാവും പരീക്ഷ? കോപ്പി ഉണ്ടോ? അറബിക്ക് എനിക്കില്ലേ, ഞാൻ എക്കണോമിക്സ് തോറ്റിക്കണ് +1. പക്ഷെ എനിക്ക് അറബിക്ക് എത്ര മാർക്ക് അറിയാം? 100-ൽ 100. 2 അറബി ഉണ്ടായിരുന്നു എനിക്ക്. 2 അറബിയിൽ എനിക്ക് വന്ന മാർക്ക് 100-ൽ 100 അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒന്നും അറിയില്ല. ഇപ്പൊ ഒരു അറബിനെ കണ്ടാ കൈമുട്ട് പറക്കും. അറബി ടീച്ചറായി. അറബി ടീച്ചർ ആകുമ്പോ മിനിമം ഞാൻ അറബിക്ക് അത്ര ഞാൻ അറബി ടീച്ചറല്ല. അറബിക്ക് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. എനിക്ക് അറബി 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനും ഹിന്ദി 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എഴുതിയെടുത്ത ക്വാളിഫിക്കേഷൻ ആണിത്. അഫ്ലലും പിന്നെ ഒരു പൂർവ്വ വിശാരദ് ഭാരതോ വന്ദേ ഭാരതോ എന്തോ ഒരു ഇവിടെ അത് കയറ്റാൻ പറ്റില്ല. പറ്റുമോ? സൈഡ് കുഴപ്പമില്ല.
അല്ല മൂപ്പര് വിളിച്ചോ? പറ്റൂല. അപ്പൊ ഗായ്സ് നമ്മള് അഫിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഹായ് ഹായ്. എവിടെ മുത്തേ? സ്റ്റീലുണ്ട്. നിങ്ങൾക്ക് പരീക്ഷ അല്ലേ? അറബിയൊക്കെ ഉണ്ടായിനി. എപ്പോഴാ എക്സാം? അപ്പൊ കൂൾ ഓഫ് ടൈം ഉണ്ടാവില്ല പരിചയിട്ട് നേരെ തുടങ്ങേ കേറിയും പടി എഴുതുന്ന എക്സാം. അത് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടോ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എത്ര ക്ലാസ്സാ? 8-ന് എന്തിനാ കൂൾ ഓഫ് ടൈം? ഉഷാറാവൂലേ? ഞാൻ തിരിച്ചു വരും കേട്ടോ, എടുക്കാൻ വരും കേട്ടോ. എന്റെ ഫോണിക്ക് വിളിക്കട്ടാ കഴിഞ്ഞിട്ട്. അല്ല വേറെ ആരെങ്കിലും ഫോണിൽ നിന്റെ നമ്പർക്ക് വിളിക്ക്. ഇതാര് ജി സ്കൂളിലാ? എത്ര ക്ലാസ്സില്? അയ്യോ അന്നക്കാട്ടിലും വലിയൊരു വാച്ചും. നോക്കട്ടെ ഇവിടെ സ്റ്റാറല്ലേ നൈസില്. നല്ല സ്റ്റാർ റോള് കളിക്കണ്ടല്ലേ ഞങ്ങള്. ഇവിടെ ആരാ വില്ലന് സ്കൂളത്തെ? എല്ലാരും വില്ലന്മാരാ? നിങ്ങൾ തന്നെ വില്ലന്മാരെന്ന് പറഞ്ഞ്. എടാ എന്താ അതെന്താ? ആ മുട്ടായില്ലേ? നോട്ടെ ആയതാ മുട്ടായി. സെൻട്രൽ ഫ്രഷ് ഒക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ട്. ഞങ്ങളെ കാലത്ത് ഇങ്ങനെയാണ്. നോക്കട്ടെ സെൻട്രൽ ഫ്രഷ് നോക്കട്ടെ. എടാ നമ്മളെ കാലത്ത് സെൻട്രൽ ഫ്രഷ്. യോ പുതിയ സെൻട്രൽ ഫ്രഷ് ഇങ്ങനെയാ ആണ്. മെന്തോൾ യൂക്കാലിപ്റ്റസ് ഫ്ലേവറോ അങ്ങനെ. അപ്പൊ പല്ല് വെച്ചിട്ടില്ലേ? പിന്നെ ഷുഗർ ഫ്രീ ആണ്. ഷുഗർ ഇല്ലാക്കാനാണ്. അത് ശരിയാ. അതാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത് ഇപ്പൊ വാങ്ങി. അപ്പൊ സെൻട്രൽ ഫ്രഷിന് കവറൊക്കെ മാറിയിട്ടുണ്ടോ? പഴയ 90s കിഡ്സ് ഉണ്ടെന്ന് നോക്കിക്കോളി. പണ്ടത്തെ സെൻട്രൽ ഫ്രഷ് അല്ല, നമ്മളെ കാലത്ത് തിന്ന സെൻട്രൽ ഫ്രഷ് അല്ല കേട്ടോ. അപ്പം ഹെവി സെൻട്രൽ ഫ്രഷ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാ പോട്ടെ, പേരെന്താണ്? എന്റെ പേര് അറിയാം. അഹമ്മദ്ദീൻ. പിന്നെന്താ? അസറുദ്ദീൻ, ബലാലുദ്ദീൻ, റിഹാനുദ്ദീൻ. എന്റെ പേരോ? ഷിഹാൻ. റിഹാൻ, ഷിഹാൻ, ഷിഫിൻ, ഹൃദ്വേഷ്. ഹൃദ്വേഷിന്റെ അർത്ഥം എന്താ? എടാ ഹൃദ്വേഷ്ണോ? എടാ ഓൽക്കോ ഓലതായ മീനിങ് ഉണ്ടോ? ഹൃദ്വേഷ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹൃദ്വേഷിന്റെ അർത്ഥം എന്താ? അപ്പൊ വ്ളോഗ് കാണാനുള്ള കമന്റ് കേട്ടോ. ഹൃദ്വേഷ് എന്നുള്ള ഇതിന്റെ അർത്ഥം എന്താന്നുള്ളത്. സൗദിനെ പോലെ ചെങ്ങായാ പോണേ. ഫൈവ് അല്ലേ? വെറുതെ തന്നെ. ഓൻ്റെ അതേപോലെ ചെങ്ങായി. എന്നാ പോയി. അസ്സലാമു അലൈക്കും. ഹൃദ്വേഷ് കാണാട്ടാ. എടാ ഹൃദ്വേഷിന്റെ മീനിങ് എന്താ? എനിക്കൊരു നല്ല മീനിങ് ഉണ്ടാവും. ഋത്വേഷ് എന്നാണോ? എന്നാ പോയി. വണ്ടി കേൾക്കുവേ. അതിന് ഇന്നലെ മോനെ ഇന്നലെ വന്ന് കയറണുള്ളൂ പേരില്. അപ്പം അഫിനെ സ്കൂളിലാക്കി കൊടുത്ത് ജെവി ഇടറാ ഇബിൽ എനിക്ക് തോന്നണേ. അയ്യോ ഇപ്പൊ എൻജോയ് ചെയ്യട്ടെ. ശരിട്ടാ, കാണാം. അസ്സലാമലൈക്കും. ഈ ലൈഫ് ഇനി കിട്ടൂലെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഏത് സ്കൂളല്ലേ? ഇവിടെ മറ്റേ ഇതുപോലെ ആക്കി. എന്നിട്ട് വെച്ചോക്ക് ക്യാമറ. കൊടൈക്കനാൽ പോക്കി പുനിതമാനത് അതില്ലേ? അവിടെ പോകുമ്പോ മഞ്ഞുമൽ പോകുമ്പോ അവിടക്ക് എന്താ പറയാ? എന്താണ് മറ്റേതല്ലേ? മഞ്ഞുമലത്തെ സ്ഥലല്ലേ? അവിടെ അങ്ങനെയല്ലേ ഗ്രില്ലിട്ടിരിക്കണത്? ലോക്കൊക്കെ ഇട്ടുണ്ടാവും. എന്നിട്ട് ആ ലോക്ക് പൊട്ടിച്ച് നമ്മള് കടക്കണം. എടാ മറ്റവനാണത്. ഏത്? ആ മാസം നടന്നിട്ടില്ലേനോ? ആ BGM-ല് എനിക്ക് ഓർമ്മല്ല. നമ്മളൊരു ഷോർട്സ് ഇറങ്ങിയ ഓല സ്കൂളത്തെ ഒരു ചങ്ങായി സീൻ നടത്താം. ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടയൊക്കെ നേരെയാക്കി ഇങ്ങനെ നടന്നു ആറ്റിറ്റ്യൂഡിൽ പോയ. അപ്പം അഫീനെ സ്കൂളിലാക്കി നമുക്കൊരു ചായ പിടിക്കല്ലേ? അത് ഹെവി ആവൂലേ? വെരി ഗുഡ് ഐഡിയ ബ്രോ. ഞങ്ങള് ചായ പട്ടീസ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ പിടിച്ചോ അന്നെ സ്ക്രീനിൽ കൊണ്ടുവരുവാ. അപ്പം ഞാനും നീയാനും ചായമ്മലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. അതായത്
ചായ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അതെ, കാരണം കൊറേ ചായ കുടിച്ചാൽ നോക്കും, പക്ഷെ ചായ കുടിക്കാതിരിക്കാൻ പറ്റണില്ല. നമ്മൾ അടി ഉണ്ടാവും ചായയുടെ പേരില്ല, ചായന്റെ പേരിൽ അടി ചായക്കാരുടെ പേരിലും ചായന്റെ പേരിലും. ലാസ്റ്റ് നിയാല് പറ്റ കൊങ്ങിക്കുന്ന നേരത്തെ നിയാല് പറയും ചായ കുടിക്കാൻ പോവാ. അപ്പൊ ഞാൻ കൊങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ കിടക്കും. അപ്പൊ നിയാൽ എന്ത് ചെയ്യും, ഒറ്റക്ക് വണ്ടി എടുത്ത് പോകും. അപ്പൊ എനിക്ക് സങ്കടം. അപ്പൊ ഞാൻ പറയും ഞാനും വരാ പോലെ അറിയും, താല്പര്യം ഇല്ലെങ്കിലും ഞാൻ കൂടെ പോകും. ഇന്നലെ ചത്തുറങ്ങണ് ഞാൻ ഇവനെന്തിനാ വരുന്നോ. അതായത് ഫുൾ യാത്ര ചെയ്തിട്ട് അനു ചത്തുക്കണ് ഇന്നലെ ഫുൾ ചത്തുക്കണ്. എനിക്കാണെങ്കിൽ വൈകിട്ട് അനുവിനാണെങ്കിലും വൈകിട്ട് ചായ അടിച്ചില്ലെങ്കിൽ ഇറങ്ങാറാണ്. അപ്പൊ അനുവാണെങ്കിൽ കിടന്ന് വൻ ചത്തുറങ്ങാ. അപ്പൊ എനിക്കാണെങ്കിൽ പോണെന്നുണ്ട്. അപ്പൊ അനുവിനാണെങ്കിൽ ഒറ്റയ്ക്ക് വിടാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അനു ഇങ്ങനെ എണിച്ചു വണ്ടി എടുക്കുക. അങ്ങനെ അതായത് ഈച്ചു നമ്മള് ചാവി എടുക്കാൻ വിട്ടു വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. നിയാല് ഫോണുമ്പോ കളിച്ചങ്ങനെ ഇരിക്കുക. ഞാൻ അവന്റെ സൈഡിലൊരു ബെഡ് ഉണ്ട്, അവിടെ ഇങ്ങനെ വെറുതെ ഈച്ചുവിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇരുത്തം മെല്ലെ എന്ത് ചെയ്ത് മെല്ലെ ഇങ്ങനെ കടന്ന് ഈച്ചു ചാവി എടുത്ത് വന്നപ്പോ തന്നെ ഞാൻ കട്ടായിക്കണേ. ഞാൻ അങ്ങനെ ഇരിക്കണേ. പിന്നെ നിയാൽ നീപ്പിച്ചു എന്തിനാ മുത്ത ഈ അവസ്ഥയിൽ ചായ അടിച്ച പോവാ ചായ അടിച്ചു പോരാറുണ്ട്. ഞാൻ പത്തണോ എന്തിനാ ഈ ഒരു അവസ്ഥയിൽ വരും. ഞാൻ ഒറ്റക്ക് പോയി വരും, വിഷയമല്ല. പക്ഷെ എല്ലാരും പോണ ഒരു രസമാണ്, ഒറ്റക്ക് പോണ ഒരു രസമാണ്. അല്ല വയ്യാത്തതുകൊണ്ടാട്ടോ, എല്ലാവരും ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്തോണ്ടല്ല. അല്ല, ചായയാണ് എല്ലാം മേക്ക് അസ് യുണൈറ്റ്. കാരണം നമ്മളെ ബന്ധനങ്ങൾ നമ്മളെ സങ്കടങ്ങൾ പറയാന്, അതായത് ഈ ഒരു തലമുറക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് ചായ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സങ്കടം പറയാനാണെങ്കിൽ ചായ ഉണ്ടാവും, സന്തോഷം പറയാനാണെങ്കിൽ ചായ ഉണ്ടാവും, ബിസിനസ് ഐഡിയകൾ പറയാൻ ചായ ഉണ്ടാവും, ഇനി ഒന്നും പറയാനില്ലെങ്കിലും ചായ ഉണ്ടാവും. ചായ വെച്ചാണ് കളി, ചായയാണ് മാർക്കറ്റ്. ഞാൻ ഇപ്പോഴത്തെ എങ്ങനെ കണ്ട് പെരിന്തൽമണ്ണ നമ്മൾ മീറ്റ് ചെയ്തില്ലേ, അപ്പൊ എനിക്ക് ചായപ്പൊടിയാണ് ചോദിച്ചു രാത്രി എത്ര റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പറഞ്ഞ് ഒരു 50,000 റുപ്യൊക്കെ ഡെയിലി. മാസാണോ? അല്ല ഡെയിലി അറിയാം. അതിലെ വണ്ടിയിൽ ഇറങ്ങി ബ്രോ എവിടെ ചായപ്പൊടിയാ, ഞാനുണ്ട് ബ്രോ. ഞാൻ പറഞ്ഞേ കോമഡിയാ ഞാൻ പറഞ്ഞതാ. അതായത് ഇപ്പൊ അടുത്ത് നമ്മള് പെരിന്തൽമണ്ണ ഒരു ഷോപ്പിന് മുന്നിൽ നിർത്തി, നമ്മൾ റംബുട്ടാൻ വാങ്ങാൻ നിർത്തി. അതിലൊരു ചെക്കനെ പരിചയപ്പെട്ടു. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ മണ്ണാർക്കാടുള്ളതാണ്. അപ്പം എനിക്ക് എന്താ പണി, ഞാൻ ചായപ്പൊടി, ഞാൻ ഒറ്റപ്പാലം പരിപാടിക്ക് ഗസ്റ്റായി ഇതിലിരിക്കട്ടോ, മെയിനായിരിക്കാം ഗസ്റ്റ് അല്ലേ. അപ്പം എന്താ പണി, എനിക്ക് ചായപ്പൊടിയാണ് ബ്രോ പറഞ്ഞത്. എവിടെ ചായപ്പൊടി, നമുക്ക് ഇവിടെ റൂട്ടിലെ ചായപ്പൊടിയാ. എത്ര റുപ്യ ഏകദേശം പൈസ ഉണ്ടാകും? നമ്മളൊരു 50,000 റുപ്യൊക്കെ ആണ് ബ്രോ. അങ്ങനെ അല്ലേ, മന്ത്ലി ആവൂലേ ചോദിച്ചാൽ. അല്ല ബ്രോ ഡെയിലിയോ? അല്ലെ വണ്ടി ഇറങ്ങി ബ്രോ ഗസ്റ്റ് ആയി പോയിക്കോ, അന്ന് ചായപ്പൊടി നടത്തിക്കൊണ്ട്. അല്ല, അപ്പൊ ചായന്റെ മാർജിനും ചായന്റെ ലൈഫും പണ്ടത്തെ ചപ്പാത്തി കമ്പനി പോലെയാണ്. എല്ലാം നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെയാണ്. ചപ്പാത്തി കമ്പനി ഒന്നായിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും തുടങ്ങി, ഷവായ കമ്പനി തുടങ്ങിയപ്പോൾ എല്ലാവരും തുടങ്ങി. ഇപ്പൊ ചായ ഒരാൾ തുടങ്ങുമ്പോൾ എല്ലാവരും ഇട്ടിക്കണം. ഇനി ചായ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ചായ ഉണ്ടാവും, പക്ഷെ പണ്ട് നമ്മൾ ഇത്ര കുടിച്ചിട്ടില്ല. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ കുടിക്കണത്. പണ്ട് നമ്മൾ അവിൽ മിൽക്കും ജ്യൂസ് ഷാർജ ഷെയ്ക്ക് ആ സംഭവം ഇനി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കിയത്. ഇപ്പൊ ഫുള്ള് നാരങ്ങ സോഡ പണ്ട് നാരങ്ങ സോഡയും സർബത്ത് സോഡ അങ്ങനത്തെയൊക്കെ നമ്മൾ ചൂസ് ചെയ്തിന്. നമ്മൾ അതിന്റെ മുകളിൽ എന്ത് ചൂസ് ചെയ്തിപ്പം ഇപ്പൊ ചായ ചൂസ് ചെയ്തൊരു ടൈമാണ്. അപ്പൊ എന്തായാലും ഒരു ചായ കുടിച്ചു വരാം അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എന്താ വെച്ചാല് ബിരിയാണിന്റെ കൂടെ ചായ, ചായന്റെ കൂടെ ബിരിയാണി, ബിരിയാണിന്റെ കൂടെ ചായ, ചായന്റെ കൂടെ ബിരിയാണി. നമ്മുടെ കൂടെ ഉള്ളത് അജുവതൊക്കെയുണ്ട്. അജു എന്താ കുടിക്കണേ? എന്താ കുടിക്കണേ? പച്ചവെള്ളം കേട്ടോ. ഹെൽത്തോ എന്താണ് ഹെൽത്ത് മൊത്തം? അതിനിപ്പോ രാവിലെ എണീച്ചിട്ട് നേരെ ബിരിയാണി കഴിക്കണേ? അല്ല, ഞാൻ പുട്ടും ബീഫും തിന്നിനി വരിന്ന്, മുട്ടയും കഴിച്ചിരി, 3 മുട്ടയും തിന്നിക്കണേ. എന്നാ പിന്നെ ഓക്കെ അംഗീകരിച്ചു കഴിച്ചോ. എന്തോ മാസ് ഡയലോഗ് അടിക്കാൻ വന്ന് ആകെ അടിപ്പോയിരിക്കുകയാണ് അജുവത്. ഐഫോൺ ഐഫോൺ 17 പ്രോനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്ലേറ്റ് അല്ല, ഫുഡ് തന്നെ വേണം. പിന്നെ എനിക്ക് എന്താ വേണ്ടി? ഫുഡ് എനിക്ക് ഫുഡ് വേണ്ട, ചായ വേണ്ട, ഒന്നും വേണ്ട. ചായ വേണ്ടെന്നോ? ഐഫോൺ 17 പ്രോ അല്ലേ നമ്മൾ പറഞ്ഞേ? അതെനിക്ക് തോന്നുന്നു ഒന്നുകൂടി ദമ്മ സാധനമാണ്. കാരണം എന്താ വെച്ചാൽ 16 അടി പോയ ഫോണാണ്.
എല്ലാം കൊണ്ടും ഫുള്ള് ബഗ്ഗും ഇപ്പോഴും വ്ളോഗ് എടുക്കുമ്പോ കട്ടാവുക, അതിനില്ലാത്ത പ്രശ്നങ്ങളില്ല. അതെ, ഫുള്ള് ബഗ്ഗായിട്ടും ഫുൾ ചടപ്പാ. ഇനി 17 Pro അതൊക്കെ ഒരു മാറ്റമായിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഐഫോൺ പീപ്പിൾ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, പ്ലീസ് മേക്ക് ഷുവർ iPhone 17 Pro ഈസ് എ ഗുഡ് ഫോൺ അല്ലേ? അപ്പോൾ ഐഫോണിൻ്റെ ആൾക്കാർ ഇത് കാണണമെന്നുണ്ടെങ്കിൽ അജ്വദ് പറഞ്ഞൊക്കെ വിലക്കെടുക്കുക. നല്ലൊരു 17 Pro കാണികൾക്ക് വേണ്ടി ഇറക്കുക. ഇത് ഏത് ടീമിൻ്റെ ജേഴ്സിയാ? ഇങ്ങനെ തപ്പിയിട്ട് കാണുക. അപ്പം ഞാൻ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാട്ടാ. നിങ്ങൾ മെസ്സേജിൻ്റെ ചെറിയ ഭാഗങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇൻഷാല്ലാ ഒരു വലിയ പ്രൊജക്റ്റ് വരാനുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് പ്രൊജക്റ്റ് ഇൻഷാല്ലാ. സോ അതുപോലെ തന്നെ വേറെ 1-2 ബിഗ് പ്രൊജക്റ്റിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര താങ്ക്ഫുള്ളാണ് എല്ലാവരോടും. കാരണം നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ അവസരം കിട്ടുന്നത്. സോ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിൽ പക്ഷേ ചാറ്റ് കണ്ടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചാറ്റ് ഇവിടെ ഓപ്പൺ ആയിനി അല്ല, ചാറ്റ് കാണാൻ മാത്രമൊന്നുമില്ല, ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ യൂഷ്വൽ ചാറ്റ് അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായിട്ടാണ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇന്ന് നടന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്വദിൻ്റെ സുഹൃത്താണ്. അജ്വദിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇതേപോലെ കൊറിയൻ ലുക്കും ബ്രസീലിയൻ ലുക്കുള്ള ഫ്രണ്ട്സൊക്കെയാണ് അജ്വദിനുള്ളത് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ മുന്നത്തെ ടേബിൾ വന്നാണ്ട് സ്റ്റൈലായി ഇങ്ങനെ കുത്തണം. ഇല്ലേ പറഞ്ഞാൽ ആവശ്യമുണ്ട്, നമുക്ക് ഹില്ലേഴ്സിൻ്റെ ഷൂട്ട് വരുമ്പോൾ ഷാനുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുറച്ച് മോഡൽസിനാണ്. അപ്പോൾ ഫസ്റ്റ് അജ്വദാട്ടോ ലിസ്റ്റിലല്ല. അപ്പോൾ അതായത് കൊറിയൻ ടച്ചിൽ വരുന്ന ആൾക്കാരെ തപ്പുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഹൈ പേയ്മെന്റ് ആണ്. അജ്വദാകുമ്പോൾ ചായ ഷവർമേ മറ്റേ കുടൂറോളോ എന്തായാലും ബാംഗ്ലൂരിൽ എന്തെങ്കിലും ചെറിയ റോളുമേലൊക്കെ പിടിച്ചെടുത്താറാണ്. അങ്ങനെ അജ്വദിനെ സൂട്ടാക്കിട്ടാ ഇവള് ചെറുത്താ നോക്കാം. അജ്വദ് കൊറിയനാണ് കേട്ടോ. ചെറിച്ച് അജ്വദ്. അപ്പം ഈ കഥന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല്, എൻ്റെ കൂടെ പഠിച്ച ആളാണ് ആര്യ ഗോപിക ഒക്കെ എൻ്റെ കൂടെ പഠിച്ച സർക്കിളിലുള്ള ആൾക്കാരുണ്ട്. അതായത് നമുക്ക് 10ാം ക്ലാസ് മുതൽ പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പം അന്ന് എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി 1ാം ക്ലാസ്സിൽ പഠിച്ചവനടക്കം എനിക്ക് ഓർമ്മ ഉണ്ടാവും. അതുപോലെ ഓല് ചെയ്തു വെച്ച കാര്യങ്ങൾ എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആര്യനെ വിളിച്ച് സംസാരിച്ചു. ആര്യൻ്റെ അനിയനും അനിയത്തി ഉണ്ട്. ആര്യനെ വിളിച്ച് അങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഓക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവള് ആക്ച്വലി ഉണ്ടാവണ എൻ്റെ പേരെന്താ നീ? അഗമ്യ. അപ്പോൾ അഗമ്യ ജനിക്കണ വർഷമാണ് ഞങ്ങൾ 10ാം ക്ലാസ്. അതായത് 8 വർഷം മുമ്പ് അഗമ്യ ജനിക്കുന്ന ടൈമിൽ നമ്മളെല്ലാവരും 10ാം ക്ലാസ്സാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് ആര്യ ഇവളെ ഏട്ടെത്തി നമുക്കെല്ലാവർക്കും ഒരു സ്വീറ്റ്സ് വിതരണം ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ കുഞ്ഞനിയത്തി ഉണ്ടായി, അതിൻ്റെ ഇതുകൊണ്ടാണ് മുട്ടായി കൊടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ഇവളുണ്ടായതിൻ്റെ ആ സമയത്താണ് ഞാൻ ആ മുട്ടായി തിന്നുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ഈ കാരണം എനിക്കൊരു മുട്ടായി തിന്നാൻ പറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഞാനിന്ന് വാങ്ങി തന്നെ ഫ്രൂട്ട് സലാഡും ഫലൂതി മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തു എൻ്റെ കുട്ടിക്ക്. അപ്പോൾ ഓളിപ്പോൾ ഇവിടെ ഏത് സ്കൂളാ? പള്ളി സ്കൂൾ. എത്രാം ക്ലാസ്സാ? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം കാലം മാറുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത്. അതായത് ഓള് ഉണ്ടായ ടൈമിൽ ഓള് ജനിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു മുട്ടായി തിന്നാൻ പറ്റി. 8 വർഷങ്ങൾക്ക് ഇപ്പുറം ഓക്ക് എനിക്കൊരു മുട്ടായി വാങ്ങിക്കൊടുക്കാൻ പറ്റി, മുട്ടായും ജ്യൂസെല്ലാം. അപ്പോൾ അത് വളരെ സന്തോഷമായി തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ആര്യൻ്റെ അനിയനാണ് ചെങ്ങായിട്ടാവും. എൻ്റെ പേര് അക്ഷയ് ഈച്ചുവിൻ്റെ അടുത്ത സുഹൃത്താട്ടോ. അങ്ങനെ വന്നിരുന്ന് പരിചയമില്ലല്ലോ പോലെ ഇങ്ങനെ ചോദിക്കണ്ട. അപ്പോൾ ഓനെന്താ വെച്ചാൽ ഈച്ചുവിൻ്റെ ഒപ്പം പഠിക്കുന്ന ടൈമിൽ ഒരു ലുക്കും പിന്നെ മുടിയൊക്കെ ഫുള്ള് കളറൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി ബാംഗ്ലൂർ മോഡലായിട്ടോ. അപ്പോൾ അകം ഇത് എവിടുന്ന് വാങ്ങിയേ? തലമ വെക്കണേ എല്ലാം കളർ കോമ്പോ ആണല്ലോ. വാച്ചിൻ്റെ അതേ കളറാണല്ലോ ഇതും, അതേ കളർ യൂണിഫോമും സ്റ്റൈലിൽ പിടിച്ചിട്ടുണ്ടോ? അകമ്മ പാട്ട് പാടലുണ്ടോ? പാട്ട് പാടോ? ഏത് പാട്ട്? ചെറാപ്പുഞ്ചി പാടോ? കാര്യം 2 പേര് പാടോ? മടിയാ? ഞാൻ കൂടെ പാടാണെങ്കിൽ കൂടെ പാടാം. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത്
നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറപ്പുഞ്ചി മഴയത്തു നിലാവഞ്ചി തുഴഞ്ഞെത്തു ചിറപ്പുഞ്ചി മഴയത്തു നിലാവഞ്ചി തുഴഞ്ഞെത്തു. സൂപ്പർ സൂപ്പർ അഗമ്യ സൂപ്പർ. ആര്യനെ പോലുള്ള കഴിവുകൾ കൊണ്ടാണ് അഗമ്യ ജനമനസ്സുകൾ കീഴടക്കാൻ പോണത്. ആര്യത് കാണുന്നുണ്ടെങ്കിൽ ഏത് നേരത്താണോ? എന്താ പറഞ്ഞേ? കുട്ടി ചിന്തിച്ചു ചേച്ചിക്ക് പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ലല്ലോ ഏട്ടനോട്. അതിലേട്ടൻ ചേച്ചിക്ക് കഴിവൊന്നുമില്ല മോളെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷട്ടാ. കാരണം ഓളെ ഒരു സ്മോൾ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അഫീഫിനെ തിരിച്ചു കൊണ്ടുവരാനും ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് എക്സാം ഉണ്ട് അപ്പോൾ അഗമ്യ ഇല്ല. അപ്പം അഫിനറിയോ? അഫിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അഗമ്യ വീട്ടിൽ 2 പ്രാവശ്യം വന്ന് മടങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഗമ്യന് ഇന്ന് കറക്റ്റ് നമുക്ക് കറക്റ്റ് ഡിസർവിങ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി. എനിക്ക് മുട്ടായി വാങ്ങി കൊടുക്കാൻ പറ്റി. സോ ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ 4:30 മണിയായി. ഞാൻ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി കുറച്ച് നേരം എഡിറ്റിമലൊക്കെ ഇരുന്ന് നിയാലിൻ്റെ ഒപ്പം ഇപ്പോൾ അഫിനെ കൂട്ടാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അഫിൻ്റെ സ്കൂൾ വിട്ട വനധാരയിലൂടെ അനേകം കുട്ടികൾ ഇതാ സ്കൂൾ വിട്ട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അഫീഫ് അന്തങ്ങമ്മയും കണ്ട് എവിടെയെങ്കിലും പേടിയ വക്കത്ത അവൽമിൽക്ക് കുടിച്ചിട്ടുണ്ടാവും. അഫീഫ് ഒരു ചില്ല് മനുഷ്യനാട്ടോ അല്ലേ? അതായത് ടെൻഷനുകളില്ല, ബോധേടല്ല ഒന്നിനെ കുറിച്ചും. എനിക്ക് പരിപാടി ഉണ്ടോ? ബോധേടല്ല. ഇനിയിപ്പം ഞാൻ എവിടെയും വീണോ? ബോധേടല്ല. ഇനിയിപ്പം എങ്ങോട്ടേലും പോകണോ? ബോധേടല്ല. എക്സാം ഉണ്ടോ? ബോധേടേ അല്ല. ഗെയിമിൽ തോറ്റോ? ബോധേടല്ല. ഗെയിമിൽ ജയിച്ചോ? ബോധേടല്ല. ഒന്നിനെ കുറിച്ചും ബോധേടല്ല. ജീവിക്കുമ്പോൾ താത്തെ അഫീഫിനെ പോലെ ജീവിക്കണം. ബോധേടല്ലാത്തൊരു ജീവിതം. പഠിച്ചോനെ ഇവിടെ എല്ലാവർക്കും ലൈൻ ഉണ്ടല്ലോ. അഫീഫ് 4 കമ്പനിക്കാരപ്പം ഇങ്ങനെ ഡിസ്ക് ആയിക്കുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ കപ്പിളായി പോണതാ. കുട്ടിയെ മണ്ടൻ അഫീഫിനെ കണ്ടാ? റിനാന്റെ കമ്പനിക്കാരനാ തിരിച്ചല്ലേ? ബോധേടല്ലാത്ത ജീവിതമാണ് കേട്ടോ അഫീഫിന്. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളൊക്കെ അല്ലേ എല്ലാ രീതിയും ചെറിയ മക്കളെന്താവും വലിയ ബോധേടാവില്ല. കാരണം കുഞ്ഞാപ്പല്ലേ അഫീഫിനെ വിട്ടാ? അഫീഫിന്റെ ക്ലാസ് വിട്ടാ? വോളിബോൾ കളിച്ചാ? ഹായ്. വെറുതെ നിക്കല്ലേ? വോളിബോൾ കളിച്ചെന്റെ ശരീരം അനക്കാൻ പോലും അവൻ ബോധേടല്ല. എവിടെ? ഓ താപ്പും എല്ലാരും ഉണ്ട് കേട്ടോ. റിനാനൊക്കെ അല്ലേ ഒരു തന്തല്ലേ സ്കൂളത്തെ? ഞാൻ അതേപോലെ ഇനി ഒരു തന്താളെ പോയ എന്തൊക്കെ എഞ്ചിന് എന്തോ റനീമിന്റെ BMO തരും പറഞ്ഞിനി. എന്തിന്? എന്താ ഓണത്തിന് ഞങ്ങളോട് പറഞ്ഞില്ലേ എന്താ ലൈസൻസിന്റെ നിങ്ങൾ ഓട്ടിക്കോളി എന്ന് പറഞ്ഞിനി. അപ്പൊ അതൊന്ന് എല്ലാരും വണ്ടികളൊക്കെ ഉണ്ട്. ചിലവൊക്കെ നമ്മൾ ഏറ്റവും അതിന്റെ എന്തും എഞ്ചിൻ പണി ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കേൾക്കോ? അല്ല എന്താ പരിപാടി? എന്താ പരിപാടി? ഓണം കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി അധികം പോകുന്നില്ല, ഷോ ആയിട്ട് പോകുന്നില്ല. നമ്മൾ എടുക്കാൻ റോഡില്ലേ കർല റോഡ്, അതിക്കൂടെ റോഡ് ഷോ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു പായസം കുടിക്കണോ? എന്ത് പായസം ഉള്ളേ? അരിയും ചെറുപയറും. അട ഉണ്ടോ? അരിയാണോ ചെറുപയർ? എനിക്ക് ഇഷ്ടമല്ല അരി എന്നല്ലേ. അരി ഒന്ന് അറങ്ങി കുട്ടികളുണ്ടേ വണ്ടിക്കരോ പ്ലീസ്. കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ. ഞമ്മക്കിത് പറഞ്ഞേരി. നിങ്ങളെ പ്രതീക്ഷയിലേക്കാണ്. എന്തിന് ഇന്റെ പ്രതീക്ഷിക്കുന്നത്? ഞാനാരാ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാ. ഞങ്ങളൊരു വൈബിട്ട എല്ലാരും ഇറക്കണ്ട വണ്ടി. സ്കൂളിലെല്ലാരും ഇറക്കണ്ടേ. അപ്പൊ ഞങ്ങള് ചെറുക്കന്മാര് നമ്മള് അഫീക്ക് നാളെ കിട്ടും എന്നാണ് പറഞ്ഞത്. അഫീഫിനോട് വണ്ടി ലൈസൻസ് കിട്ടട്ടെ. അതായത് അഫീഫിന് ആദ്യമായി ലൈസൻസ് കിട്ടി. ഓന് സ്കൂളിൽ കൊടുന്ന് വണ്ടിയായിട്ട് കറക്കിയ ലൈസൻസ് പോലീസ് സസ്പെൻഡ് ചെയ്യണം. അടുത്തോളി
ഓ തെരഞ്ഞ ഞാൻ തന്നെ എടുക്കും ഇതെന്നാണി. അപ്പൊ നമ്മളെ പൂക്കോട്ടുംപാടം ആര്യവൈദ്യശാലന്റെ ചോട്ടില് ചേച്ചി ഉണ്ട്. ആ ഇങ്ങോട്ട് പേര് ചാനൽ ഉണ്ടെങ്കിൽ അവിടെ നിക്കല്ലേ. അപ്പൊ ആര്യദേവ് ഫാമിലി ചാനലിൽ നിന്നും ഹനാൻസ് ഫാമിലിയിലേക്ക് ഒരു അല്ലെ പായസമാണ് ചേച്ചി തന്നിരിക്കുന്നത്. എല്ലാരും ചേച്ചിന്റെ പായസക്കടയിൽ വരെ പായസം കുടിച്ച് പോകട്ടോ. അപ്പളേ നമ്മള് കാര്യത്തിലേക്ക് കടക്കി സസ്പെൻഡ് ആവൂല. എന്താ പുറത്തേക്ക് വരുള്ളൂ. വണ്ടി ഇവിടെ കൊടുത്ത് നമ്മള് പുറത്തല്ലേ ഉച്ചക്ക് അവിടെ വീട്ടിലെത്തിട്ടാലും നമുക്ക് ടേസ്റ്റ് ഉണ്ട്. അടിപൊളി പായസം. സസ്പെൻഡ് ആവില്ല, ഡിസ്മിസൽ കിട്ടുവാണ്. അല്ല നമ്മളെ കഴിഞ്ഞ കൊല്ലം അതാരോക്ക് റിഷിനവറുകളും എന്താ അറിയുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ കൊല്ലം കറക്കീന് ഫാബിയാൻ എൻഡോറൊക്കെ വന്നിന്. കഴിഞ്ഞ ഷീഫിന്റെ പേരിന്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ടിങ്ങനെ എൻഡോറൊക്കെ ലുക്കിന് വേണ്ടി ലൈസൻസ് പൊടിച്ചൂല വല്ലായി. എന്റെ ഒച്ചയുടെ ഒച്ച എന്നാലും ഇത് പോവല്ല. അപ്പൊ നിങ്ങളൊന്ന് പറയാൻ പറഞ്ഞേ അഫീഫ്, നമ്മളൊന്ന് സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാല്ലേ? അന്ന് വന്നോക്കല്ലേ ഒമാൻ വണ്ടികളോ അതൊക്കെ തിരിച്ചുപോയി. ഒമാൻ വണ്ടികൾ വേണ്ട, നമുക്ക് കേരള റനീമിന് വണ്ടി റനീമ് തരാ പറഞ്ഞു. BM ലൈസൻസിന്റെ നിങ്ങൾ ഓട്ടിക്കോളി പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ശരിക്കും ആരാന്റെ വണ്ടി റെന്റിനെടുത്ത് എന്തിനാണ് ഈ പട്ടിച്ചോ കാട്ടണേ? അത് നല്ല പൂക്കളൊക്കെ ഇട്ടിട്ട് ഓണം തിരുവോണം അങ്ങനെ പാട്ടൊക്കെ പാടി നല്ല കള്ളിമുണ്ട കളിച്ചേ പിക്കൊക്കെ കസവുമുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ എന്താ നമ്മള് ചെയ്യണേ? ഞാൻ ചോദിച്ചൊന്നല്ല, ഞാൻ പറഞ്ഞു വണ്ടിയോ എത്ര വണ്ടിയോ ഞാൻ എന്നോട് പറയാനൊക്കെ എന്റെ ഏട്ടം വരുമ്പടാ. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ പിള്ളോട് പറഞ്ഞു ഇവിടെ നിർത്തില്ല. നമ്മളാണ് ഇപ്പൊ വണ്ടി ഉച്ചക്ക് നിങ്ങളെ വീട്ടിൽ പോയി എടുത്തോണ്ടാലും മതി. ബൈക്ക് ഉണ്ടാക്കി പോയി എവിടെ സ്കൂളിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു വേണ്ട. എന്തോ ഒരു വീതി. ഞാൻ പിള്ളോട് പറഞ്ഞു പറയട്ടെ. ഞാൻ പിള്ളോട് പറഞ്ഞു എന്താ വണ്ടി ഇതാക്കണത് എനിക്ക് ലൈസൻസ് കിട്ടിയ ദിവസമാണ് നാളെ. അത് നാളെ തന്നെ എനിക്ക് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. ലൈസൻസ് പോകൂല, വണ്ടി ഉള്ളിൽ കയറ്റൂല പറഞ്ഞു. അതിൽ നേരെ അനക്ക് മാത്രം ലൈസൻസ് ഉള്ളൂ. ആ നമ്മളൊക്കെ 2008 അന്ന് എനിക്ക് 8 വയസ്സുണ്ട്. 2008 അപ്പൊ എന്താ നമ്മള് തീരുമാനിക്ക? ഒന്നും തീരുമാനിച്ചില്ല. വണ്ടി ഇറക്കണ്ട ഒറ്റ വണ്ടി മതി. നമുക്ക് വല്ല പോലീസുകാർ കയ്യാട്ടം രീതിയിലൊന്നും വേണ്ട. എന്നാ ഞാൻ ഈ സ്റ്റാൻഡിൽ ഡിസൈർ പിടിച്ച ടാക്സി കറന്റിന്റെ ഓട്ടോറിക്ഷ ഉണ്ട്. കൊറേ ഉണ്ട് അങ്ങനെ നോർമൽ. 29 ഓണം 29 നമ്മളെ ഷോട്ട് പൊട്ടിച്ചു അങ്ങനെ ഒന്നും കാട്ടൊന്നുമില്ല. നമ്മളൊരു സാധാ ഓണം കഴിഞ്ഞ് നമ്മള് ചെക്കന്മാര് പോയി ഫോട്ടോ എടുക്കാം. നിങ്ങളെനിക്കറിയില്ല, നിങ്ങൾ ഡീസന്റ് ആണ്. അങ്ങനെ കൂടിയ റോൾസ് റോയ്സോ അതൊന്നും വേണ്ട നമുക്ക്. അല്ല റനീമിന്റെ BM തരാറുണ്ടോ? അപ്പൊ നിങ്ങളൊരു സമ്മതം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പ് ആക്കാം. ഞാൻ എന്റെ ഹോൾഡ് ഒന്ന് ഉപയോഗിക്കട്ടെ. ഹായ് കുഞ്ഞിപ്പാത്തോ, ഓളെ വിളിടാ. കുഞ്ഞിപ്പാത്തോ അസ്സലാമു അലൈക്കും. എന്നിട്ട് വാ, എവിടക്ക പോണേ എന്റെ കുട്ടി? എന്താ തോളിലേറ്റി കൊണ്ടോണേ ബാഗില്? നോട്ടെ എന്തൊക്കെയുള്ള നോക്കട്ടെ. ബ്രെഡും ചായക്കടി ഉണ്ടാക്കാനാ? എന്താ ഉണ്ടാക്ക? ഇതുകൊണ്ട് രണ്ടുകൊണ്ടും ഒന്ന് ബ്രെഡ് ചായ മുക്കി തിന്നാ. പഴം വാട്ടോ അറിയില്ല, പുയിങ്ങാനാ? പഴം പിയിങ്ങണം, നല്ലൊരു കൊസി ഉണ്ടാവുള്ളൂ കേട്ടോ. വണ്ടി നോക്കിട്ടോ എന്റെ മോള്. ടാറ്റാ. പോയതാ എവിടുക്ക പോണേ? തിരിച്ചു പോകില്ല. അതെ അതാണ് ഈച്ചോ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് നമ്മളൊപ്പം ഉണ്ടാവുള്ളൂ. ഈച്ച ഒന്ന് നാട്ടിൽ തന്നെ അല്ല, അവൻ വേറെ എടുക്ക പോവാ. അല്ല ഞാൻ നോക്കട്ടെ എത്ര വണ്ടിയാ? ഞങ്ങൾ 5 പോവാൻ മാത്രം. ഒറ്റ പുതിയാളെ ഒറ്റ വണ്ടി മതിയില്ലേ? ബാക്കിയുള്ളൊക്കെ ഇവിടെ ഇങ്ങനെ റോട്ടുമൊക്കെ തന്നെ നിർത്തല്ലേ? ഇതല്ലേ മെറാഡിയൻസ്? ഹായ് മെറാഡിയൻസ്. ഹായ്. അഫീഫ് ഈ ബോലേറോ വിളിച്ചെന്നാ? അങ്ങനെ എത്ര ആക്ക് പോവാ? 5 ആള് 8 ആക്ക് പോവാ. അല്ലെങ്കിൽ ബോലേറോ അല്ലെങ്കിൽ ഒരു ട്രാവലർ വിളിച്ചാൽ മതി. ലയിച്ചോ
ട്രാവലർമല്ലേ എടാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇത് മറ്റോനല്ലേ എടാ ലുത്ഫി ട്രാവലർ വിളിച്ചിട്ടേ പറക്കുന്തളികയിൽ മറ്റേ ഹരിശ്രീ അശോകനും ദിലീപും പാടെ കെട്ടില്ല അതേമാതിരി ഇവിടുത്തെ ഇതൊക്കെ എടുത്തിട്ട് കൈമ ചുറ്റും കെട്ടുക. എടാ അങ്ങനെ പ്രേക്ഷക ശ്രദ്ധ അങ്ങനെയൊക്കെ പിടിച്ചു പറ്റണ്ടേ. ഹെവി വണ്ടി പ്രീമിയം വണ്ടി എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ട്രാവൽമ മറ്റേ പൊടിവള്ളി ചുറ്റിയ വണ്ടി എല്ലായിടത്തും ഉണ്ടാവും ഉണ്ടാവില്ല. അതാകുമ്പോ ഓൽക്കും എന്താവും അടിയാവും. എടാ ആ ചെറിയ ചങ്ങായി സ്കൂളിലാ +2 എടാ ഇവിടെ നിന്റെ ട്യൂഷന് അവിടെ ഇപ്പൊ ഞാൻ പഠിച്ച ട്യൂഷൻ സെന്റർ ഷാഫി സാറ് ഭവന വായ്പകൾ. അപ്പൊ അവിടുത്തെ മാറ്റി അവിടെ നിന്ന് വേറെന്തോ പേരല്ലേനോ? അല്ല അവിടെ നമ്മളെ പേരനെ അപ്പുറത്തേക്ക് പിന്നെ സാറ് മാറ്റി. എടാ ഓണം പൂരം പെരുന്നാളൊക്കെ അവിടെ ഒക്കെ എക്സാം എന്തായി? ആ ചോദിച്ചാൽ പറയാൻ വന്നു. അഫീഫിന്റെ ചുണ്ട് മലത്തിയുള്ള നിർത്തം കണ്ടിട്ട് വലിയൊരു സുഖം തോന്നണല്ലോ. ഞാൻ പറയട്ടെ ബോർഡ് എക്സാമിന്റെ അന്ന് അഫീഫ് അറബിക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞേ. അതന്നെ ബോർഡ് എക്സാം ഞാൻ പറഞ്ഞേ. ബോർഡ് എക്സാമിന് അഫീഫ് എന്താ പറഞ്ഞേ? എക്സാം അടിപൊളിയാണെങ്കിൽ അടിപൊളി തന്നെ പറഞ്ഞത്. അറബിക്കിന് ഞാൻ അടിപൊളിയാക്കി എഴുതി തന്നെയാ പറഞ്ഞേ. ബാക്കി ലൈനൊക്കെ പിന്നെ എനിക്കെന്താ അറിയില്ല ഇനി അവസ്ഥ. ഇല്ല അറിയില്ല എന്തൊന്നും തീരുമാനിച്ചില്ല. നമ്മള് നോക്കട്ടെ. സ്കൂളും കോളേജൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇറക്കുക. ആരുടെ വണ്ടി ഉണ്ട് കൂട്ടി കളിച്ച. ഞാൻ പിന്നെ കോളേജിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ത്രില്ലൊന്നും എനിക്ക് കിട്ടിയില്ല. നിഹാലാണ് ഇപ്പൊ ക്ലാസ് എടുത്ത് നീ ബ്രോ കോളേജ് ലൈഫിനെ പറ്റി. ചുപ്പ് മാഹി ചുപ്പ് ഹേ രാജാ സയ്യാര ക്യൂട്ടോ ബദലാ നഹീ ഹേ. നല്ല പാട്ട് കിട്ടോ? നല്ല പാട്ട് കിട്ടോ? അഫീൻ ഫോൺ വിളിച്ചാ ഞാൻ പിടിക്കില്ല. ദിൽ കുടുമായെങ്കി ദിൽ ലാഗേ. ഷാനോ ദർശൻ റാവലിന്റെ പാട്ടടിച്ചോക്ക്. ദർശൻ റാവൽ അടിക്കോ? അതില് വരുന്ന സോങ്സ് ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോക്ക്? അതൊക്കെ കറക്റ്റ് വെഡിങ് സാധനമാണ്. ദർശൻ രാവൽ അസൽമാൻ അസൽമാൻ ആ സോങ് ഇതിന് പറയും പരീക്ഷ എങ്ങനെ പരീക്ഷ എന്തറിയോ? പരീക്ഷ കണ്ടപ്പോ പെട്ടെന്ന് കഴിയും. അവസാനം ഒരു 1 മണിക്കൂർ ബാക്കി ഉണ്ടാവും കരുതി. പക്ഷെ അവസാനത്തെ 15 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഇരുന്നെഴുതി ഒന്നും കിട്ടാതെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയി. അതെ അല്ല ഇവന്റെ ഫോണ് പെരയിലാണ്. സീനാണ്. ഈ പെരയിൽ എന്താ കാട്ടറേ? അമ്മോട്ടിട്ടല്ലേ? സീനാണ്. അതല്ല അതിന് ചെറുതുണ്ട്, ഇത് വലുതാണ്. ഇത് വലുതാണ്, ഇതിന് ചെറുതുണ്ട്. ഇതിന് ചെറുത് കോമഡിയാണ്, പച്ചപ്പാണ്. അപ്പം ഇതിന് അവരുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ പാസ്സായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫർസാൻ എങ്ങനെ ഉണ്ടായിനി? ഞാൻ ജയിച്ചിക്കണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണോ അതിലേറെ ചെറുത്? കാണിക്കണം. ഷർട്ട് ഇട്ടില്ല എല്ലാരും ഉണ്ടല്ലോ. ഞാനല്ലേ അവന് തിരിച്ചോട്ടോ വണ്ടി. നമ്മളെ ഏറ്റവും അടുത്തുള്ള ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയം അല്ലേ? മറ്റേത്
അഫീഫിന്റെ കല്യാണം ഇവിടുന്ന് കഫിയെ കണ്ടിട്ടില്ല കാണാതെ പിടിച്ചെടുത്ത് ഒന്നൊരു ദിവസം കാണാം. ഈ നമ്പർ വിളിച്ചാൽ മതി. നമ്പർ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. എനിക്ക് പിന്നെ പാവം നമ്പർ ഇനി വ്ളോഗിൽ ആ നമ്പർ വന്നാലും പോലെ ഇതിന് എനിക്ക് ഇവിടെ തന്നെ അല്ലേ പുതിയാപ്പിള ഇറങ്ങുമ്പോണ്ടല്ലോ നടന്നിറങ്ങാം. പുതിയാപ്പിളക്ക് ഇതിന് കണ്ടറിഞ്ഞ് വരച്ചിട്ടോ. എവിടെ വെച്ച് വെച്ചാല് കറക്റ്റ് പേരന്റെ അപ്പുറത്ത് എന്ത് ചെയ്തു, ഒരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്തു. അതന്നെ. അപ്പൊ അയാള് കണ്ടറിഞ്ഞ് സെറ്റ് ചെയ്തു. എന്നെ പോലുള്ള ഒരാളെ കല്യാണം നടത്താൻ പറ്റാണല്ലോ. ബിസിനസ് ബിസിനസ് ഇതല്ല നമ്മള് വരാ. വൈകാതെ ഉണ്ടാവും ഇതിന്റെതോ വൈകാതെ ഉണ്ടാവും. ഏതെങ്കിലും ആളെ കല്യാണത്തിന് പോകാണ്ടാവും. ഏതെങ്കിലും ശനിയാഴ്ച. എന്നാ ശരി, ബൈ. എടാ കേട്ടോ, ഒരു തമ്മയിലെടുക്കട്ടെ. ആര് കാറില്? ഹൈക്രോസിലോ? ഹൈക്രോസ് കേൾക്കാൻ കൊണ്ടേക്കണ ജ്യോതി. വേഗം വിളിച്ചു പറഞ്ഞോ. എല്ലാരും ഫോണോ ഇല്ല. എന്നാ അജ്യോതിനെ വേഗം വിളിക്ക്. അപ്പൊ സിദിന്റെ പെങ്ങളുട്ടി ഉണ്ട് ഇവിടെ. ഈച്ചു ഒരു മുട്ടായിന് കൊടുത്തു. മുട്ടായി ഇഷ്ടമാണ് വെച്ചു. മുട്ടായി ഇഷ്ടമാണ്. അപ്പൊ ഈച്ചു ഒരു മുട്ടായി കൊടുത്തു കേട്ടോ. ഒരു ടാറ്റ 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 എന്നാണ് എന്റെ കുട്ടി. ടാറ്റ. ഒരു ഓക്കെ ക്യാമറക്കും എടുത്ത് ശീലല്ല. ഈച്ചു നോക്ക്. ആ മനുഷ്യന്മാർക്കാണെങ്കിൽ കൊടുക്കാൻ. പടശോനെ ടാറ്റ പോട്ടോ. ടാറ്റ. ആ സ്ലോ ആയിട്ടുള്ള ടാറ്റ കേട്ടോ. ടാറ്റ ബൈ ബൈ. സൗണ്ട് എടുത്തു മൈക്ക് വെച്ചോക്ക്. മൈക്കോടല്ലേ ടാറ്റ. പിന്നെ ടാറ്റ ടാറ്റ. എന്ത് ടാറ്റ ബോർഡവിടുന്ന്. എന്താ ടാറ്റ തന്നെ. നമ്മുടെ രാവിലെ തന്നെ സർലാക്കും കുടിച്ചിരിക്കണ എനിക്ക് ടാറ്റാണോ? എന്റെ എനർജി മൊത്തം അവിടെ സ്പെൻഡ്. പഠിച്ചാൻ ഫോണില്ല. അപ്പൊ ഫോണിൽ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ അവനോട് പെരക്ക് വരാൻ പറയും. വണ്ടി കേൾക്കാൻ കൊടുത്ത് സോറി. കാരണം ഇന്ന് ഒരു ഹെവി പരിപാടി നടക്കാൻ പോകും. അല്ല, വീട്ടിൽ നിന്നൊരു ഹെവി പരിപാടി നടക്കാൻ പോവാണ്. ഇവിടെ കയറണോ ചാടിക്കാന്? നല്ല ആന തിന്നാലോ വിശപ്പുണ്ട് എനിക്ക്. ആയിരത്തി പീടിയ മൊത്തം തിന്നു. ചാടിച്ചാനോ? അഫീഫിനൊരു ചാടിച്ചാൻ ചവിട്ടി കൊടുക്കാട്ടോ. ആനയുടെ തിന്നോ അല്ല വിശപ്പുണ്ട് എനിക്കെന്ന് പറഞ്ഞോ അഫീഫ്. ഇങ്ങനെ ഇട്ടാ പോരെ? പ്രശ്നമാവോ? കയറ്റി എടുത്തല്ലേ ഈ പ്രശ്നത്തിനൊക്കെ ഉണ്ടാ. നമ്മളായിട്ടൊരു പ്രശ്നം എന്താക്കൂല ഇച്ചോ ഉണ്ടാക്കൂല. പക്ഷെ ഇനി വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല് എന്നാലും നമ്മളൊന്നും ചെയ്യൂല. അതിനൊന്നും നേരല്ല. ഞങ്ങളായിട്ട് ഉണ്ടാക്കിയാലും ഞങ്ങൾ പ്രശ്നത്തിലില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കിയാലും ഞങ്ങൾ പ്രശ്നത്തിലില്ല. പ്രശ്നം ഉണ്ടാക്കി കളയാനുള്ള ടൈമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. അപ്പൊ ചായ അടിച്ചു വരട്ടാ. അസ്സലാമു അലൈക്കും. എന്താ കൂറണേ? അപ്പം ബഹുമാനപ്പെട്ട ഹഫീഫ് 3ാമത്തെ 4ാമത്തെ വിങ്സ് ആട്ടോ. ഹഫീഫിനെ കൊണ്ട് ചായപ്പൊടി കയറുന്നത് ഞാൻ എടുത്തൊരു വൺ ഓഫ് ദ അന്തമുട്ട ഡെസിഷൻസിൽ ഒന്നായിരുന്നു. അത് വിചാരിച്ച പോലെ തന്നെ നടന്നു. ഹഫീഫ് തിന്നുമ്പോൾ എന്താ പറയുക, ഒരു 5 വിങ്സോ 6 വിങ്സൊക്കെ തിന്നും. പിന്നെ എന്താ പറയുക, ഈ പ്രായത്തിലേ തിന്നാൻ പറ്റുള്ളൂ. ഒരു 20 വരെ തിന്നാൻ പറ്റുള്ളൂ. പിന്നെ 20 കഴിഞ്ഞാൽ തടിമ പിടിച്ചും. 20 വരെ നമുക്ക് കുഴപ്പമില്ല. അതുവരെ തിന്നാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയാം. പക്ഷെ എന്നാലും കുട്ടികളല്ലേ തിന്നെ. എന്തൊക്കെ തിന്നാവൂലേ? നമ്മൾ ചായ അപ്പോഴും 2ാമത്തെ ചായ. അല്ല ഞാൻ തിന്നലുണ്ട്. ഞാൻ തിന്നല്ലാന്ന് എവിടെയും പറയില്ല. ഞാൻ തിന്നലുണ്ട്. എന്താ ആക്കണ നിങ്ങള് എല്ലാരും? ഫർസാൻ എക്സാം പാസ്സാവോ? ഫർസാന്റെ കണ്ണുകളിൽ ഞാൻ പ്രണയം കാണുന്നു. ആ കണ്ണ് കച്ചാ ക്യാമറ. ഫർസാന്റെ കണ്ണൊക്കെ ലോകേഷിന്റെ ഫ്രെയിം വെച്ച് കാണിച്ചാൽ വ്ളോഗിൽ ഞാൻ പറയാൻ വേണ്ടല്ലോ. ഇത് ലോകേഷിന്റെ ഫ്രെയിം ആട്ടോ.
ഇത് കൂലീത്തെ ഫ്രെയിമാ. ഇനി ലെഫ്റ്റ് നോക്ക്. കണ്ണിങ്ങനെ ആട്ടേണ്ടി വരില്ലേ? ഇത് കൂലീത്തെ ഫ്രെയിമാട്ടോ. ഇങ്ങനെ ആ കൂലിയിൽ ഉപേന്ദ്ര വരുമ്പോൾ ഒരു ലോകേഷ് ഫുള്ള് കണ്ണോണ്ടാണ് കളി. കണ്ണ് ലെഫ്റ്റ് കിരി, ഇനി റൈറ്റ്. ആ ഒരു സൈഡിൽ മാത്രം തിരി. ഇതാണ് ലോകേഷ് ഫ്രെയിം തിരി. പക്ഷെ ലോകേഷ് വേറെ ക്യാമറയിൽ എടുക്കണമെന്നോ തോന്നുന്നു, അത്ര ഇത് കിട്ടുള്ളത്. സിനിമ ക്യാമറയിൽ എടുക്കണോ? എന്നാ പിടിച്ചോ. ഇവിടെ മമ്മൂട്ടില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗ് അറബി എക്സാം വ്ളോഗായിരുന്നു. അറബി നല്ല രീതിയിൽ എഴുതാൻ പറ്റി. എന്നാലും അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ പാളി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് അറിയാം, റിസൾട്ട് വരുമ്പോൾ കാണാം. ഓണം പരീക്ഷ കൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ രസകരമായ വ്ളോഗ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വ്ളോഗാണ്. ഒരുപാട് കുട്ടികളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആര്യൻ്റെ അനിയത്തിനെ മീറ്റ് ചെയ്ത്, വേറെ 1-2 കുട്ടികളൊപ്പം മീറ്റ് ചെയ്ത്, അതിൻ്റെ മുന്നേ സിതിൻ്റെ അനിയത്തിനെ പെങ്ങളെ മീറ്റ് ചെയ്ത്, എല്ലാവരും മീറ്റ് അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റി. സോ ഒരുപാട് കുട്ടികളെ കണ്ടപ്പോൾ തന്നെ ദിവസം എന്ത് ചെയ്തു, ധന്യമായി. സോ വ്ളോഗ് പോസ് ചെയ്തോ പാട്ട് ഒന്ന് സൗണ്ട് കുറച്ച് തരുമോ? അതുകൊണ്ട് അപ്പം വൺസ് അഗൈൻ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവർ ഗോയിങ് ടു ഹിറ്റ് 25 lakh സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വ്ളോഗ് ഇടുന്നത്. ഞാൻ ഇടുമ്പോൾ തുരുതുര വ്ളോഗ് ഇല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്തെ ഇല്ല ആളല്ലാത്ത രീതിയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 89 വ്ളോഗ് അപ്ലോഡായി, 10-60 ഷോർട്സ് അപ്ലോഡായി. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് പണിയുള്ള മാസമായിട്ടും കൂടി ഇന്നലെയും മിഞ്ഞാന്നൊക്കെ എനിക്ക് വർക്കുണ്ടായിട്ടും കൂടി ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇന്നും എനിക്ക് രാത്രി വർക്കിന് പോകണം, നാളെ എനിക്ക് വർക്കിന് പോകണം, മറ്റന്നാളും എനിക്ക് വർക്കിന് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറ്റുന്ന പോലെ വ്ളോഗ് ഇടുന്നുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്, എപ്പോഴും വ്ളോഗ്സ് കാണുന്നതിന്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നൊരു സ്പെഷ്യൽ സംഭവം വീട്ടിൽ നടക്കും. ആ വിങ്സിൻ്റെ ആ ചെമ്പട്ടിയില്ലേ, അത് ഇവിടെ വെക്കാൻ പറഞ്ഞോളാം. എന്നിട്ട് അതിന് എനിക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ട് ബാക്കി പീടി കൊടുത്തോളാം. അത് അയ്യോ. അപ്പോൾ എന്തായാലും അതാണ് പറയാനുള്ളത്. എല്ലാവരും ഇന്ന് പെരയിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ആ പരിപാടി, അതിൻ്റെ വ്ളോഗ് വരുന്നതാണ്. അപ്പോൾ പരിപാടി സമയത്ത് ആ വ്ളോഗും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.